എഫേർട്ട് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് എബ്രിഷാൻ സാറാണ്. നമ്മളൊക്കെ സാറ് പറഞ്ഞതുപോലെ അഭിനയിച്ചു എന്ന് മാത്രം, സാറ് പറഞ്ഞതുപോലെ നിന്നും അങ്ങനെ എഫേർട്ട്. ഇറ്റ് വാസ് ഫൺ. നല്ലൊരു സെറ്റായിരുന്നു. എല്ലാവരും ഭയങ്കര ടാലൻറ്റഡ് ആണ്. അത് കാരണം തന്നെ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വർക്കായിട്ട് ഫീൽ ചെയ്തില്ല. മോർ ഓഫ് എ ഫൺ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ഇത് വ്യത്യസ്തമായിട്ടൊരു പ്രമേയം കൂടിയാണല്ലോ. അപ്പം അത് എത്രത്തോളം ഇതൊന്നും ഇല്ല കുഴപ്പമില്ല പറഞ്ഞോ. എന്താ പറയണ്ടേ, വ്യത്യസ്തമായിട്ടൊരു പ്രമേയമാണല്ലോ. സ്പായും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവ വികാസങ്ങളുമാണല്ലോ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെയാണ് അത് വർക്കൗട്ട് ആയത്? വർക്കൗട്ട് എങ്ങനെയാണ്? എഫേർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? എഫേർട്ട് ഡെഫിനറ്റ്ലി ഇത് വെറുതെ ഒരു സിനിമയായിട്ട് ഉണ്ടാക്കുന്നതല്ല. ഇതിൽ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറേ ഫിക്ഷൻ ഉണ്ട്, ഫൺ ഹ്യൂമറൊക്കെ ഉണ്ട്. നല്ല ഹ്യൂമറസ് രീതിയിലാണ് മാക്സിമം നമുക്ക് എല്ലാവരും എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് നമ്മളോട് പറയണം. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് വാസ് വണ്ടർഫുൾ. എസ്പെഷ്യലി ഷൈൻ സാറിനോട് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആസ് എൻ ആക്ടർ കിട്ടാൻ പറ്റാവുന്ന നല്ലൊരു ഭാഗ്യമാണ്. ആൻഡ് ഐ എം വെരി ലക്കി. എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. കാരണം കുറേ കാലത്തിന് ശേഷമാണ് എനിക്ക് നല്ലൊരു ഞാൻ നല്ലൊരു പ്രോജക്റ്റ് തന്നെ വന്നിരിക്കുന്നത്. സോ ഐ എം വെരി ഹാപ്പി. ഇവിടെ മസാജിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, ലൈവായിട്ടുള്ള പരിപാടി ഉണ്ടോ? അല്ലെന്ന് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നു. സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈവായിട്ട് എന്തെങ്കിലും ബാക്ക് സൈഡിൽ ആണോ? എനിക്കൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ വന്നതും പുള്ളിക്കാരുടെ മനസ്സിൽ മാത്രമേ അതെ നമുക്ക് വേണ്ടത്. എല്ലാ ആൾക്കാരുടെയും മനസ്സിൽ ഇത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഞാൻ വന്നപ്പോൾ അവിടെ സെറ്റ് ചെയ്യുന്നതാണോ അവർ ചോദിച്ചാൽ? ഞാൻ കണ്ടില്ല. ഞാൻ ഇപ്പൊ എത്തിയല്ലേ ഉള്ളൂ. നിങ്ങളാണ് ആദ്യം എത്തിയത്. വേറെ എന്തൊക്കെ സെറ്റ് എനിക്കറിയില്ല. സ്പായിൽ പോയിട്ടുണ്ടോ നേരത്തെ? പിന്നെ നിങ്ങൾ പോയിട്ടില്ല? മസാജ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ പോയിട്ടുണ്ടോ? ഇല്ല പോയിട്ടില്ല. ഇല്ല കണ്ട തോന്നില്ല കേട്ടാ. പോയിട്ടില്ല. ആയുർവേദത്തിന് പോയിട്ടില്ലേ? ഇല്ല. ആയുർവേദത്തിനും പോയിട്ടില്ല. പിന്നെ നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യം നമ്മൾ വർക്കൗട്ട് ചെയ്യത്രേ ഉള്ളൂ. കണ്ടാലും പറയും ഞങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത് എന്തായാലും പറയും. നിങ്ങളെല്ലാവരും എന്തിനാ 6 pack കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് ആയിട്ട് തന്നെ കണ്ടാൽ പറയും. വർക്കൗട്ട് ചെയ്യാറുണ്ടോ? ഞാൻ കണ്ടിട്ട് എന്ത് വരും? നിവിന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. നിമ്പോളി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ കേരളത്തിലെ ആമ്പിളർക്ക് എന്താണ് 6 pack പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അത് ശരി. ഞാൻ പറഞ്ഞു നമ്മളെങ്ങനെയാണോ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. കറക്റ്റ്. പിന്നെ നമ്മൾ വർക്കൗട്ട് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഫോർ ഫീലിംഗ് ഹെൽത്തി. നമ്മൾ ആരെയും കാണിക്കാനായിട്ട് കൂടുതൽ നമ്മളുടേതായിട്ടുള്ള ഒരു ഹെൽത്തിനും നമ്മൾക്കൊരു കോൺഫിഡൻസ് കൂടാൻ വേണ്ടിയിട്ടാണ് വർക്കൗട്ട് അല്ലേ? അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഹാപ്പി അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഈ സ്പാം പറഞ്ഞ മൂവി എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു മൂവിയാണോ? ഇന്റർവ്യൂസ് ഒന്നും കണ്ടില്ല അല്ലേ? സാറ് പറഞ്ഞു 18+ മൂവിയാണ്. സർട്ടിഫിക്കറ്റിനാണ് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളതൊക്കെ കാണാനാണോ വരുന്നത് അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കാനാണോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു ആങ്കറായിട്ട് ശരി. ശരി.